ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് ഞാൻ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പോവാണ്. ക്വെഞ്ച് എന്ന എന്താ പറയുക ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സാണ്. ഇത് ആക്ച്വലി ഒരു സിസ്റ്റർ കമ്പനിയാണ് ഷുഗറിൻ്റെതും അതുപോലെ തന്നെ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ. സ്റ്റാർട്ടഡ് ബൈ ഐ തിങ്ക് വിനീത സിംഗ് ആൻഡ് കരീന കപൂർ ഖാൻ. ആൻഡ് എനിക്ക് ഈ പ്രോഡക്റ്റ്സ് ഞാൻ ഒരു 10-11 മാസം മുമ്പ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തതാണ് യൂസ് ചെയ്യാനായിട്ട്. ഐ മീൻ ലൈക്ക് ഇതിൻ്റെ ലോഞ്ച് അപ്പോഴായിരുന്നു നടന്നത്. സോ എല്ലാം മിനി പാക്കിലാണ് വന്നത്. സോ മിനി പാക്കിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ട്രൈ. ഞാൻ ബാംഗ്ലൂർ ഒരു മോളിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഇതാണ് അവർ മെയിനായിട്ട് എന്താ പറയുക സെല് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡ്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ ലെറ്റ് മീ ട്രൈ ദിസ് ആൻഡ് ലെറ്റ് മീ ബിക്കം ദ സ്കേപ്പ് ഗോട്ട് ഹിയർ. ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത ഫേസ് വാഷ് അന്ന് എനിക്ക് സൂപ്പറായിട്ട് വർക്കായി. എൻ്റെ ആക്നെ എല്ലാം കംപ്ലീറ്റ്ലി പോയി. അതൊരു ടിംഗ്ലിംഗ് സെൻസേഷൻ എൻ്റെ സ്കിന്നിൽ തരുമായിരുന്നു. പിന്നെ ഞാൻ ഉപയോഗിച്ചത് ഒരു സിക്ക കാൽമിങ് ഒരു സിറായിരുന്നു. അതും എനിക്ക് വർക്കായി. സോ അപ്പോൾ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഓക്കെ ക്വെഞ്ച് ഈസ് എ ഗുഡ് ബ്രാൻഡ്, ഇറ്റ്സ് ഗോണ സസ്റ്റെയിൻ ഫോർ ലോങ്. കട്ടു ഞാൻ ഒരു 2 മാസം മുമ്പ് അതേ മോളിൽ പോയി. അവിടുത്തെ അതേ സെയിൽസ് ലേഡീസ് എനിക്ക് വീണ്ടും ക്വെഞ്ചിൻ്റെ പ്രോഡക്റ്റ്സ് തന്നെ എടുത്തു തന്നു. എനിക്കൊരു കണ്ടീഷണർ മേടിക്കുന്നുണ്ടായിരുന്നു ആൻഡ് അതുപോലെ എനിക്ക് ഒരു ഹെയർ സിറം മേടിക്കണമായിരുന്നു ആൻഡ് ഫേസ് വാഷ് മേടിക്കണമായിരുന്നു. അതെല്ലാം മേടിച്ചു. പ്ലസ് ഞാനൊരു ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ആംപ്യൂളും കൂടി മേടിച്ചു. കാരണം ഓഫ് കോഴ്സ് യു ഗെറ്റ് പെർസ്യൂഡഡ് ഇൻ ലൈഫ് സ്റ്റോഴ്സ്. ആൻഡ് ഞാൻ മേടിച്ച 4 പ്രോഡക്ട്സിൻ്റെ ഓണസ്റ്റ് റിവ്യൂ ആണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ക്വെഞ്ചിൻ്റെ ഡാമേജ് റിപ്പയർ കണ്ടീഷണർ വിത്ത് ക്വിനോവ പ്രോട്ടീനാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എൻറിച്ച്ഡ് വിത്ത് ബൗബാബ് ഓയിൽ ആൻഡ് പ്ലാന്റ് പ്രോട്ടീൻ ബ്ലെൻഡ് എന്നാണ്. എനിക്കറിയില്ല ആ ഓയിൽ എന്താണ്, ഞാൻ അധികം സെർച്ചൊന്നും ചെയ്യാൻ ശ്രമിച്ചില്ല ഇതിനെക്കുറിച്ച്. ബട്ട് ടു ബി ഓണസ്റ്റ് ഈ കണ്ടീഷണർ എനിക്ക് വർക്കാവുന്നില്ല. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എനിക്ക് പറ്റിയതാണ്. എൻ്റെ ലോ പോറോസിറ്റി ഹെയറിന് ഇതിൻ്റെ കൺസിസ്റ്റൻസി ബെസ്റ്റാണ്. ഇത് ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ളൊരു കണ്ടീഷണറാണ്. ബട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിച്ചിട്ടില്ല. ഐ മീൻ എൻ്റെ മുടി സ്മൂത്തായി കിടക്കണമെന്നൊന്നും എനിക്ക് തോന്നിച്ചിട്ടില്ല. പ്രോബബ്ലി ഞാനിത് ഹണീയുടെ കൂടെ അല്ലെങ്കിൽ ഗ്ലിസറിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടിട്ടാൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. ബട്ട് ചിലപ്പോൾ ഇത് എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഫ്രിസി ആയതുകൊണ്ടായിരിക്കും എനിക്കിത് വർക്കാവുന്നില്ല എന്ന് തോന്നിക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്കാവണമെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഓക്കെ, സോ ഇതാണ് ക്വെഞ്ചിൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ് ഞാൻ മേടിച്ചത്. ഇനി അടുത്തത് ആക്ച്വലി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായ ഒരു പ്രോഡക്റ്റാണിത്. പോർ ക്ലിയറിങ് എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷ്. കാരണം ഈ ഫേസ് വാഷിൻ്റെ മിനി പാക്കാണ് ഞാൻ ഒരു 10-11 മാസം മുമ്പ് യൂസ് ചെയ്തത്. അതെനിക്ക് എക്സലൻറ്റ് റിസൾട്ട് വന്നായിരുന്നു. ഇതിന് എത്ര രൂപയാണ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് 399. അന്ന് ഞാൻ മേടിച്ചത് 199ൻ്റെ സ്മോൾ പാക്കാണ്. എക്സലൻ്റ്ലി വർക്ക് ഫോർ മീ. പക്ഷേ എനിക്കറിയില്ല അവരെന്തോ ഫോർമുലേഷനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം അത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ചെറിയ ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എൻ്റെ സ്കിന്നിന്. അത് കാരണം എനിക്ക് ആക്നെ വരുന്നത് കുറഞ്ഞായിരുന്നു. ബട്ട് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു മാറ്റവും ഇല്ല എന്ന് വെച്ചാൽ ഒരു മാറ്റവും ഇല്ല. സോ ഇറ്റ് ഈസ് എ വെരി ബിഗ് ഡിസപ്പോയിൻമെൻറ്റ്. ഇത് മേടിക്കുന്നതിനെ കുറിച്ച് രണ്ടാമത് ചിന്തിക്കുക. കണ്ടീഷണർ എനിക്കറിയില്ല, ചിലപ്പോൾ എൻ്റെ ഹെയർ അത്രയ്ക്ക് ഫ്രിസി ആയതുകൊണ്ടായിരിക്കും എനിക്ക് വർക്കാവാത്തത്. ബട്ട് ഈ ഫേസ് വാഷ് എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും വർക്കാവുന്നുണ്ടെന്ന്. ഐ റിയലി ഡോണ്ട് നോ. ഇഫ് ഇറ്റ് ഈസ് വർക്കിംഗ് പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, സോറി ഐ ഡ്രോപ്ഡ് ഇറ്റ്. ആൻഡ് അടുത്ത ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്വെഞ്ച് മാമ സിക്ക ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ആംപ്യൂൾ. ഇതെനിക്ക് ഒരു മാറ്റം ഉണ്ടാക്കില്ല എൻ്റെ ഡാർക്ക് സ്പോട്ട്സിന്. ഇത് കംപ്ലീറ്റ്ലി തീർന്നു. ഞാൻ കാരണം എനിക്ക് എന്തെങ്കിലും മേടിച്ചാൽ അത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാൻ മോശമാണെങ്കിൽ കൂടി അത് കംപ്ലീറ്റ് ആക്കിയിട്ടേ ഇതിനെ വിടത്തുള്ളൂ. അത്രയ്ക്ക് എനിക്ക് ഒട്ടും എൻ്റെ സ്കിന്നിൽ എന്തെങ്കിൽ ഹെയറിനെ കംപ്ലീറ്റ്ലി ഡാമേജ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യൊക്കെ നിർത്തുള്ളൂ. ഞാൻ പ്രോഡക്റ്റ്സ് അധികം മേടിക്കാത്തതും അതുകൊണ്ടാണ്. ബട്ട് ഇത് ഒന്നും ചെയ്തില്ല. ഇതിന് ഒരു ഗുണമില്ലായിരുന്നു, ഒരു ദോഷമില്ലായിരുന്നു. സോ ഇതൊരു കംപ്ലീറ്റ് വേസ്റ്റേജ് ഓഫ് മണിയാണ്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് 699. ആബ്സല്യൂട്ട് വേസ്റ്റേജ് ഓഫ് മണി. അടുത്തത് പറയുകയാണെങ്കിൽ
ക്വെഞ്ചിൻ്റെ തന്നെ ഫ്രിസ് കൺട്രോൾ സിറം എഗെയിൻ വിത്ത് ക്വിനോവ പ്രോട്ടീൻ സെയിം ഇൻഗ്രീഡിയൻസ് ആണെന്നാണ് പറയുന്നത് കണ്ടീഷണറിലുള്ള പോലെ തന്നെ. സോ ദിസ് ഇസ് ഇറ്റ്. ആൻഡ് ഇതും എനിക്ക് വലിയൊരു എന്താ പറയുക, ഒരു ഗ്രേറ്റ് റിസൾട്ട്സ് ഒന്നും തന്നിട്ടില്ല. ഇത് എൻ്റെ മുടിയുടെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഇത് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഇതെനിക്ക് വലിയൊരു ഒരു മാറ്റവും എനിക്കുണ്ടായിട്ടില്ല. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടീഷണറും അപ്ലൈ ചെയ്ത ഫീലിംഗ് പോലും എനിക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ പിന്നെ ഈ സിറം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത്ര പോലും ഒന്നും ഉണ്ടാവണില്ല. ലൈക്ക് ഇത് രണ്ട് യൂസ് ചെയ്താൽ ഒരു നോർമൽ ഫീൽ ഉണ്ടാവുന്നില്ല. സോ എനിക്കറിയില്ല ഈ പ്രോഡക്റ്റിൻ്റെ പ്രോബ്ലം ആണോ അതോ എൻ്റെ മുടിയുടെ പ്രോബ്ലം ആണോ. സോ ദിസ് ഈസ് മൈ ഓണസ്റ്റ് റിവ്യൂ ഓഫ് ക്വെഞ്ച് പ്രോഡക്ട്സ്. എനിക്കറിയില്ല ഇവർ കൊറിയൻ സ്കിൻ കെയർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനാണ് ശ്രമിച്ചത്, വിനീത സിംഗ് ആൻഡ് കരീന കപൂറും കൂടി. ഇറ്റ്സ് എ ഫ്ലോപ്പ് ഷോ. ഇത് കംപ്ലീറ്റ്ലി ഒരു ഫ്ലോപ്പ് ഷോ ആണ്. ഒന്നാമത്തെ കാര്യം, കൊറിയൻ പ്രോഡക്ട്സ് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് സൂട്ടാവാത്ത സാധനങ്ങളാണ്. നമ്മുടെ സ്കിൻ ടൈപ്പ്, നമ്മുടെ ഹൈ ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള ഈ ഒരു ക്ലൈമറ്റിൽ ശരിക്കും പറഞ്ഞ കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് എക്സ്ട്രീം പ്രോബ്ലംസ് വീണ്ടും ഉണ്ടാക്കും. ബട്ട് ഇതെനിക്കറിയില്ല, ഇത് ഒരു രണ്ടും കെട്ട അവസ്ഥയിലുള്ള ഒരു ബ്രാൻഡായിട്ട് ഇപ്പം നിൽക്കുകയാണ്. ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രോഡക്ട്സ് മേടിച്ചതിന്. സോ പ്ലീസ്, ഇഫ് യു ആർ someone who wants to invest in this brand, think twice. So yeah, that's all everyone. Thank you so much. Bye.